പ്രിയ വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസി വിഷയത്തിൽ നിന്നും സാധാരണ തിയറി പാർട്ടിൽ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്നുള്ള ഭാഗം. ഈ വീഡിയോയിൽ നമ്മൾ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസിൻ്റെ മീനിങ്സും അതുപോലെ തന്നെ അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും A to Z ജാലകം യൂട്യൂബ് ചാനലിൻ്റെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് റിസർവ് എന്ന ടേമിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ദ ടേം റിസർവ് മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് ദ അപ്രോപ്രിയേറ്റഡ് പ്രോഫിറ്റ് ഓർ എനി അതർ സർപ്ലസ് വിച്ച് ഈസ് മീൻഡ് ഫോർ മീറ്റിംഗ് എനി എമർജൻസി ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ ഭാവിയിലുണ്ടാകുന്ന ബിസിനസ്സിലെ എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെക്കുന്ന ഭാഗം അല്ലെങ്കിൽ മിച്ചം വരുന്ന ഭാഗം. അപ്രോപ്രിയേറ്റഡ് പ്രോഫിറ്റ്, പ്രത്യേകിച്ച് അധിക വാക്ക്, പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച ഭാഗം അല്ലെങ്കിൽ മിച്ചമുള്ള ഭാഗമാണ്, പ്രോഫിറ്റിൻ്റെ ഭാഗമാണ് റിസർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രൊവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതിൻ്റെ മീനിങ് നോക്കാം. പ്രൊവിഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എനി എമൗണ്ട്, ഏതെങ്കിലും ഒരു എമൗണ്ടാണ് സെറ്റ് അസൈഡ്, അത് മാറ്റി വെക്കുന്നു ആസ് എ ചാർജ്, ഒരു ചാർജ് ആയിക്കൊണ്ട് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അത് പ്രോഫിറ്റിൽ നിന്നും നിർബന്ധമായിക്കൊണ്ട് ചാർജ് ആയിക്കൊണ്ട് മാറ്റി വെക്കുന്ന ഒരു ഭാഗം എമൗണ്ടാണ്. എന്തിന്? ടു മീറ്റ് എ ലോസ്, ഒരു നഷ്ടം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ദ എമൗണ്ട് ഓഫ് വിച്ച്, ആ നഷ്ടത്തിൻ്റെ എമൗണ്ട്, തുക, പരിധി കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആക്യുറേറ്റ്ലി, അത് നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റായിട്ട് തീരുമാനിക്കാനോ പറയാനോ കണക്ക് കൂട്ടാനോ സാധ്യമല്ല. അപ്പോൾ ഭാവിയിൽ ഒരു ലോസ്, ഒരു നഷ്ടം സംഭവിക്കുമെന്ന് ഉറപ്പാണ്, പക്ഷെ അത് എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത്തരം നഷ്ടങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന പ്രോഫിറ്റിൻ്റെ, നിർബന്ധമായി മാറ്റിവെക്കുന്ന ചാർജ് ആയിക്കൊണ്ട്, ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ടാണ് പ്രൊവിഷൻ. ഇതുവരെ ചർച്ച ചെയ്ത റിസർവ്, പ്രൊവിഷൻ എന്നിവയുടെ മീനിങ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത് രണ്ടും പ്രോഫിറ്റിൽ നിന്നും ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾ, എമർജൻസി അല്ലെങ്കിൽ ലോസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു എമൗണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങൾ, രണ്ടും ഏകദേശം സെയിം ആണെങ്കിലും ഇത് രണ്ടും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതും അതുതന്നെയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിനി ചർച്ച ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അതായത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യഥാസമയമുള്ള പുതിയ പുതിയ വീഡിയോകളുടെ അപ്ലോഡുകളും അതിനെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ വീഡിയോയും ഈ ചാനലും നിങ്ങൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അവരോട് റെക്കമെൻഡ് ചെയ്യുക. ഇനി നമുക്ക് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് പോയിൻറ്റ്, റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ബട്ട് പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്നും സ്വമേധയാ മാറ്റി വെക്കുന്ന എമൗണ്ടാണ്. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും മാറ്റി വെക്കേണ്ടതാണ്. കീ വേർഡുകൾ ഓർത്ത് വെക്കുക. റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റാണ്. അതതിൻ്റെ പ്രധാനപ്പെട്ട കീവേഡ്, രണ്ടിൻ്റെ മീനിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട കീവേഡാണിത്. റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാണ്, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അത് നിർബന്ധമായി നമ്മൾ ഈടാക്കി വെക്കുന്നതാണ്. സെക്കൻഡ് പോയിൻറ്റ്, റിസർവ് ഈസ് എ സം. റിസർവ് എന്ന ഒരു സംഖ്യയാണ്. സെറ്റ് അസൈഡ്, അത് നമ്മൾ മാറ്റിവെക്കുന്നു. ഫോർ ആൻ അൺനോൺ ലയബിലിറ്റി, അതായത് ഭാവിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത, അൺനോൺ, അൺസെർട്ടൈൻ ലയബിലിറ്റി. അപ്പോൾ സെർട്ടൈൻ അല്ലാത്ത, നോൺ അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ടാണെന്ത്? റിസർവ്. എന്നാൽ പ്രൊവിഷൻ ഈസ് എ സം സെറ്റ് അസൈഡ് ഫോർ മീറ്റിംഗ് എ നോൺ ഓർ സെർട്ടൈൻ ലയബിലിറ്റി, ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു ലയബിലിറ്റി. അത് എത്രയാണെന്നേ നമുക്ക് സംശയമുള്ളൂ. അതിൻ്റെ എമൗണ്ടിൽ അതുണ്ടാവുമെന്ന് ഉറപ്പാണ്.
അത്തരം ലയബിലിറ്റികൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ടാണെന്ത്? പ്രൊവിഷൻ. തേർഡ് പോയിൻറ്റ്, റിസർവ് ഈസ് ഇൻ ദി ഫോം ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ബട്ട് പ്രൊവിഷൻ ഈസ് ഇൻ ദി ഫോം ഓഫ് അക്യുമുലേറ്റഡ് ലയബിലിറ്റി. അതായത് റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന തരത്തിലാണ്. എന്നാൽ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒരു അക്യുമുലേറ്റഡ് ലയബിലിറ്റി എന്നുള്ള തരത്തിലാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ പോയിന്റുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കോളം വൈസ് ആയിട്ട്, അതായത് ഫസ്റ്റ് കോളം റിസർവ് എന്നും സെക്കൻഡ് കോളം പ്രൊവിഷൻ എന്നും നൽകിയിട്ടുണ്ട്. റിസർവ് പ്രൊവിഷൻ എന്നുള്ള 2 ഹെഡിങ് കൊടുത്ത് 2 കോളം കൊടുത്ത് ഈ ഡിഫറൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും അങ്ങനെ എഴുതാവുന്നതാണ്. ഫോർത്ത് ഡിഫറൻസുകൾ, റിസർവ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. സാധാരണ റിസർവ് നമ്മൾ കാണിക്കുന്നത്, അത് ജനറൽ റിസർവ് ആകട്ടെ, സ്പെഷ്യൽ റിസർവുകളാകട്ടെ, പർട്ടിക്കുലർ റിസർവുകളാകട്ടെ, നമ്മളത് കാണിക്കാറുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. എന്നാൽ പ്രൊവിഷൻ എന്നുള്ളത്, ഈ പ്രൊവിഷനുകൾ എന്നുള്ള നമ്മൾ കാണിക്കുന്നത് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആസ് എ ഡിഡക്ഷൻ ഫ്രം അസറ്റ്സ് കൺസേൺഡ്. ഏത് അസറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത്, ആ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തുകൊണ്ട്, ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അസറ്റ് സൈഡിലാണ് ഇത് കാണിക്കാറുള്ളത്. ഉദാഹരണമായിട്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അത് ഏത് അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണോ പ്രൊവിഷൻ കൊടുത്തുള്ളത്, ആ അസറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സ് എന്നുള്ള അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്ത് അസറ്റ് സൈഡിൽ എഴുതുന്നു എന്നർത്ഥം. ഫിഫ്ത്ത് പോയിൻറ്റ്, എക്സാമ്പിൾസ് ഫോർ റിസർവ്. റിസർവിന് ഉദാഹരണങ്ങളാണ് ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് മുതലായവ. അതേസമയം പ്രൊവിഷൻ ഉദാഹരണമാണ്, എക്സാമ്പിൾ ഫോർ പ്രൊവിഷൻസ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, provision for bad debt, provision for tax action, etc. Sixth point, ആറാമത്തെ പോയിന്റ്, ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ റിസർവ് ഈസ് ടു ബി ക്രിയേറ്റഡ്. അതായത് ബിസിനസ് സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ റിസർവും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നാൽ പ്രൊവിഷൻ ഈസ് ടു ബി ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇല്ലെങ്കിലും പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിവെച്ചിരിക്കണം. അത് ടാക്സ് ആക്ഷനുള്ള പ്രൊവിഷൻ ആവട്ടെ, ഡിപ്രീസിയേഷനുള്ള പ്രൊവിഷൻ ആവട്ടെ. നമുക്കറിയാം പ്രൊവിഷൻ എന്നുള്ളത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റാണ്, പ്രോഫിറ്റിൽ നിന്ന് നിർബന്ധമായി മാറ്റിവെക്കേണ്ടതാണ്. ഭാവിയിൽ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അതിൻ്റെ എമൗണ്ടിലേ വ്യത്യാസമുള്ളൂ. അതെന്തായാലും സംഭവിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ, ടാക്സ്, ഇതെല്ലാം ഭാവിയിൽ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കുന്നതാണ്. അതിൻ്റെ എമൗണ്ടിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അതുകൊണ്ട് പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ റിസർവ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ലോസ് ആണെങ്കിൽ നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഏഴാമത്തെ പോയിന്റ്, റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. അതായത് റിസർവിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച എമൗണ്ട് നമ്മൾക്ക് ബിസിനസ്സിൻ്റെ പുറമെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ബാങ്കുകളിലോ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അത് ബിസിനസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്നാൽ പ്രൊവിഷൻ ക്യാനോട്ട് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. പ്രൊവിഷന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച എമൗണ്ട് അത് ബിസിനസ്സിൻ്റെ പുറമേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ബിസിനസ്സിൻ്റെ പുറമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബിസിനസ്സിൽ തന്നെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ എന്തിനാണോ മാറ്റിവെച്ചത് ആ സംഭവം നടക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത് ബിസിനസ്സിൻ്റെ പുറമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എട്ടാമത്തെ പോയിൻറ്റ്, ദ ബാലൻസ് ഇഫ് എനി ഇൻ റിസർവ് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മൾ റിസർവിന് വേണ്ടി മാറ്റിവെച്ച എമൗണ്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിനും ഓണേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റായിട്ട് അല്ലെങ്കിൽ ഡിവിഡൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എന്നാൽ പ്രൊവിഷൻ കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ്. അതായത് പ്രൊവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുണ്ട് എങ്കിൽ, മിച്ചമുണ്ട് എങ്കിൽ അത് പ്രോഫിറ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിനും ഓണേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യമല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അത് എന്തിനാണോ മാറ്റിവെച്ചത് അതിന് തന്നെ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ സ്ക്രീനിൽ ഇതാ കാണിക്കുന്നു. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ക്യാപിറ്റൽ റിസർവ് ആൻഡ് റവന്യൂ റിസർവ്, അതായത് ടൈപ്സ് ഓഫ് റിസർവ്സ്, ക്യാപിറ്റൽ റിസർവ് ആൻഡ് റവന്യൂ റിസർവ് എന്ന ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.